ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. പട്ടാമ്പി ഫയർ സ്റ്റേഷൻ സ്വന്തമായി കെട്ടിടം യാഥാർത്ഥ്യമാകുന്നു. പഴയ മാർക്കറ്റ് പരിസരത്ത് 3 കോടി രൂപ ചെലവിലാണ് ഫയർ സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. മുഹമ്മദ് മോസിൻ MLA പ്രവർത്തികൾ വിലയിരുത്തി. നഗരസഭ വിട്ടു നൽകിയ പഴയ മാർക്കറ്റ് പരിസരത്താണ് അഗ്നിരക്ഷാ നിലയം സ്ഥാപിക്കുന്നത്. പട്ടാമ്പി ഫയർ സ്റ്റേഷൻ ദീർഘകാലമായ പട്ടാമ്പിക്കാരുടെ ആവശ്യം, നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യം 2021 ഫെബ്രുവരിയിൽ യാഥാർത്ഥ്യമായി. അതിന് സ്വന്തമായ കെട്ടിടം എന്നുള്ള ആവശ്യത്തിന് ബഡ്ജറ്റിൽ ഫണ്ട് വെക്കുകയും അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ മുനിസിപ്പൽ ഭരണസമിതി സ്ഥലം ഏറ്റെടുത്ത് തന്നു. ഇപ്പോൾ ഇവിടെ മനോഹരമായ രീതിയിൽ 12,000 സ്ക്വയർ ഫീറ്റിലധികം വരുന്ന വലിയ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളുമാണ് യാഥാർത്ഥ്യമാക്കുന്നത്. ഇവിടെ ഫയർ സ്റ്റേഷന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, അവരുടെ വാഹനം നിർത്താനുള്ള സൗകര്യം, ഓഫീസിനുള്ള സൗകര്യം, റെസ്റ്റ് റൂം, ജിമ്മ്, ലൈബ്രറി അടക്കമുള്ള സംവിധാനങ്ങൾ, ഭാവിയിൽ ഉപയോഗിക്കാനുള്ള ലിഫ്റ്റിനുള്ള സൗകര്യങ്ങൾ അടക്കമുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട്. 3 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. അതിൽ കെട്ടിടത്തിൻ്റെ ഫണ്ടും അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഫണ്ട്, നമ്മുടെ ഇലക്ട്രിഫിക്കേഷൻ്റെ ഫണ്ട് എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം. ഇപ്പോൾ മെയിൻ വാർപ്പാണ് നടക്കുന്നത്. അധികം വൈകാതെ ഈ കെട്ടിടം കൂടി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഫയർ സ്റ്റേഷൻ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ടുള്ള സംവിധാനമായിട്ട് പട്ടാമ്പി ഫയർ സ്റ്റേഷൻ മാറുകയാണ്. 2021 വാടക കെട്ടിടത്തിൽ ഫയർഫോഴ്സ് ആരംഭിച്ചു. തുടർന്ന് വാടക കെട്ടിടങ്ങൾ മാറി മാറി പ്രവർത്തിക്കുന്നതിനാൽ ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനം പലപ്പോഴും പ്രതിസന്ധിയിലായിരുന്നു. പട്ടാമ്പി തൃത്താല മേഖലകളിൽ തീപിടുത്തമോ മറ്റ് അത്യാഹിതങ്ങളോ ഉണ്ടായ ഷൊർണൂരിൽ നിന്നോ പെരിന്തൽമണ്ണ, കുന്നംകുളം, വളാഞ്ചേരി ഭാഗങ്ങളിൽ നിന്നോ ആയിരുന്നു ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയിരുന്നത്. നിലവിൽ പട്ടാമ്പി നഗരത്തിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ കൊടല്ലൂരിൽ വാടക കെട്ടിടത്തിലാണ് ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. പുതിയ ഫയർ സ്റ്റേഷൻ കെട്ടിടം വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതോടെ ഫയർഫോഴ്സ് സംഘം നേരിടുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരമാകും. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.